പ്രഖ്യാപിതമായിട്ടുള്ള വെടിനിർത്തൽ 2 ആഴ്ച പോയിട്ട് 2 ദിവസം പോലും നിലനിന്നില്ല. അതിനു മുമ്പ് പോയിരിക്കുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസ് ഇസ്ലാമാബാദിലേക്ക് പോയിരിക്കുക. പറ്റിയ സ്ഥലം തന്നെ. എന്ന് വെച്ചാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മെറീനുകൾ അല്ലെങ്കിൽ സെയിലേഴ്സ് എന്ന് പറയുന്ന പടയാളികൾ പോയി ഒസാമ ബിൻ ലാദനെ തീർത്ത അബട്ടബാദിന് അടുത്തുള്ള ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അദ്ദേഹം പോയിരിക്കുക മധ്യസ്ഥ ചർച്ച, സമാധാനം കൊണ്ടുവരാൻ, നല്ല വാർത്ത കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞാണ് പുറപ്പെട്ടിരിക്കുന്നത്. നല്ല വാർത്ത പ്രതീക്ഷിച്ചുമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? 10 വ്യവസ്ഥകൾ ഇറാൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത് ലെബനനെതിരെയുള്ള ആക്രമണം, ഇറാനെതിരെയുള്ള ആക്രമണം നിർത്തിവെക്കണം. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചുകൊണ്ടാണ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത്. അങ്ങനെയാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ എല്ലാ രാജ്യങ്ങൾക്കുമായിട്ട് അണ്ടർ കൺട്രോൾ, ഓഫ് കോഴ്സ്, നിയന്ത്രണങ്ങളോടുകൂടി അനുവദിച്ചു കൊടുത്തത്. അത് സുഗമമായി നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് ഇസ്രായേൽ എന്ത് ചെയ്തത്? ഇസ്രായേൽ ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ച്, സാധാരണഗതിയിൽ അവിടെ മരണങ്ങളൊന്നും ഉണ്ടാവാറില്ല, കാരണം ആളുകൾ തീരെ കുറവാണ്. ഇറാൻ്റെ ഒരു സഖ്യരാജ്യമാണ് ഈ ലെബനൻ എന്ന് പറയുന്ന രാജ്യം എന്ന് മനസ്സിലാക്കുക. അവിടെ ഹെസ്ബൊള്ള ഉണ്ട്. ഹെസ്ബൊള്ള അവശേഷിക്കുന്ന ഒരേ ഒരു രാജ്യം ഇപ്പോൾ ലെബനൻ ആണെന്ന് പറയുന്നത് തെറ്റില്ല. ബാക്കിയെല്ലാം ഇസ്രായേൽ തീർത്തു കഴിഞ്ഞിരിക്കും. അപ്പോൾ ആ രാജ്യത്ത് പോയിട്ട് ഇതുവരെ ഇല്ല. ആകപ്പാടെ കേരളത്തിൻ്റെ ഒരു ജില്ലയുടെ അത്രയും പോലും ജനസംഖ്യ അവിടെ ഇല്ല. അവിടെയുള്ള 254 പേര് കണ്ണി കണ്ടവരെയെല്ലാം വെടിവെച്ച് മുംബൈയിൽ കസാബ് വന്ന് ചെയ്യുന്ന പോലെ കശാപ്പ് ചെയ്തു. ക്ഷമിക്കണം, അതാണ് സത്യം. അങ്ങനെ ആളുകളെ കശാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറാൻ പ്രതികരിച്ചു, ഇത് നമ്മുടെ കരാറിൻ്റെ വ്യവസ്ഥകളുടെ ലംഘനമാണ്, അപ്പം ഞങ്ങൾക്കിവിടെ ഇടപെട്ടേ മതിയാവൂ, അതുകൊണ്ട് ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നു. അമേരിക്കയ്ക്ക് ഒരു കുന്തവും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളിവിടെ വി വിൽ ബി ഹാങ്ങിങ് ഓവർ ഹിയർ, ഞങ്ങളിവിടെ ഒക്കെ കാണും, ഞങ്ങളിവിടെ ചുറ്റിക്കറങ്ങി നടക്കുമെന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ട്രംപിൻ്റെ പട്ടാളത്തിനൊന്നും ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ വീര്യത്തെ തകർക്കാൻ പറ്റില്ല. അവരുടെ കംപ്ലീറ്റ് നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക്. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വേണ്ടി ഏഷ്യയിലേക്ക് വന്ന് പാകിസ്ഥാനിലേക്ക് വരേണ്ടി വന്നത് അങ്ങേയറ്റത്തിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന്. അങ്ങേയറ്റത്തെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അങ്ങേയറ്റത്ത് ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ആൾ ഇപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ദരിദ്ര തെണ്ടി രാജ്യത്തേക്ക് വന്നിരിക്കുന്നത്. പാവങ്ങളുടെ നാടായിട്ട് മാറില്ല. ആട്ട പോലും കിട്ടാൻ ക്യൂ നിൽക്കേണ്ടി വരുന്ന, അമിത വില കൊടുക്കേണ്ടി വരുന്ന രാജ്യത്തേക്ക് വന്നിരിക്കുന്നു. അല്ല, ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കുറ്റമൊന്നുമല്ല, പക്ഷേ ഭീകരവാദം തെറ്റാണ്. അതിൻ്റെ തലസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു, സംശയമൊന്നുമില്ല. അവിടെ വന്നിരിക്കുകയാണ് ഗതികെട്ട്. ഭീകരവാദമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി യുദ്ധം തുടങ്ങി. ഭീകരവാദവും ഇല്ലാതാക്കിയില്ല, അവിടുത്തെ എണ്ണയും പാഴാക്കി കളഞ്ഞു, ഊർജവും പാഴാക്കി കളഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുക സ്വന്തം കപ്പലുകൾക്ക് അതിലൂടെ പോകാൻ ഇത്തിരി വഴി, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇസ്ലാമാബാദിൻ്റെ കാല് പിടിച്ചിരിക്കുക. ഇതിൻ്റെ രഹസ്യം എന്തെന്നറിയാം? അമേരിക്ക തോറ്റു തുന്നമ്പാടി യുദ്ധത്തിൽ. അപ്പോൾ നേരെ ചെന്ന് ഇസ്ലാമാബാദിൽ ചെന്നിട്ട് അസീം മുനൂർ, അവിടുത്തെ ഫീൽഡ് മാർഷലാണല്ലോ, പലതവണ അമേരിക്കയിൽ സദ്യ ഒരുക്കി കൊടുത്തതുമാണല്ലോ അദ്ദേഹത്തിന്. അപ്പോൾ അതിൻ്റെ നന്ദി കാണുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ആകപ്പാടെ കഷ്ടമാണ് ഞങ്ങളുടെ സ്ഥിതി, ഇറാൻ്റെ പട്ടാളക്കാർ ഒരു വിധത്തിലും ഞങ്ങൾ ജയിക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ദയവായിട്ടൊരു ഒത്തുതീർപ്പ് വെച്ച് എങ്ങനെയും ഈ പണ്ടാരടങ്ങ പെട്ടുപോയി ഒന്ന് തീർത്തു തരണം എന്ന് അഭ്യർത്ഥിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ എന്നാൽ ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ, എന്നാൽ ഇവിടെ നമുക്കൊന്ന് ആളായി കളയാം എന്ന് വിചാരിച്ചിട്ട് അവർ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു കരാറാണ്. ആലോചനയില്ല, വേണ്ടത്ര ബുദ്ധി പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ അറിയാം ഈ കരാർ നിലനിൽക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് ലെബനനിൽ വെടിപൊട്ടിയത്. ലെബനനിൽ എങ്ങനെയാണ് വെടിപൊട്ടിയതെന്നും കൂടെ മനസ്സിലാക്കണം. അതിൻ്റെ പിന്നിൽ ജൂതന്മാരുടെ ഒരു ബുദ്ധിയുണ്ട്. കാരണം അവർ സത്യത്തിൽ ഈ കരാറിനെ അംഗീകരിക്കുന്നില്ല. ഇറാനെ നശിപ്പിക്കണം, നശിപ്പിച്ചില്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് അവർക്കറിയാം. കാരണം ഇറാൻ്റെ ഒരു ആണവ ബോംബിനെയുള്ള ഒരൊറ്റ മിസൈൽ മതി ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യം തീരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇറാനെ കൊണ്ടുപോകാതിരിക്കാനാണ് നേരത്തെ ഒരു തവണ വന്ന് അവരുടെ പർവ്വത മുകളിൽ വന്ന് ബാങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ വിതറിയത്. പക്ഷേ വെറുതെ ആയിപ്പോയി. പർവ്വതത്തിൻ്റെ കുറേ പാറകൾ പൊട്ടിയതല്ലാതെ ആണവ ചുക്കും സംഭവിച്ചില്ല. എന്താ കാര്യം? ഇതറിഞ്ഞുകൊണ്ട് വളരെ മുമ്പേ തന്നെ ഈ ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ള സമ്പുഷ്ട യുറേനിയം മറ്റെവിടേക്കോ മാറ്റി.
ഇതറിഞ്ഞുകൊണ്ടാണ് രണ്ടാമതൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട് വാചേട്ടാ വാ നമുക്ക് വരെ പോയി തീർക്കാമെന്നും പറഞ്ഞ് ഡൊണാൾഡ് ട്രംപിനെയും പിടിച്ചുകൊണ്ട് ഈ യുദ്ധത്തിന് വന്നത്. അവിടെയും പൊട്ടിപ്പാളീസായി, ലക്ഷ്യങ്ങളെല്ലാം തെറ്റിപ്പോയി, കണക്കുകൾ പിഴച്ചു. അങ്ങനെ വന്നപ്പോഴാണ് അമേരിക്ക എങ്ങനെയും ഇതിന്ന് കാലൂരിപ്പോയി, ഇനി നമ്മൾ ഇസ്രായേലിൻ്റെ കൂടെ നിന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഒത്തുതീർപ്പ്. അത് ഇസ്രായേലിൻ്റെ സമ്മതത്തോടല്ല. ഇസ്ലാമാബാദിൻ്റെ ശത്രു രാജ്യങ്ങളൊന്നാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ബോംബുണ്ട്, ആർക്കും അറിയാത്ത രഹസ്യമാണത്. പക്ഷേ ഇസ്ലാമിക ബോംബ് അവർക്കൊരു ഭീഷണിയാണ്. അവരിങ്ങോട്ടൊരു ബോംബിട്ടാൽ തിരിച്ച് അങ്ങോട്ടൊരു ബോംബിടാൻ ശക്തിയുള്ള ഏക മുസ്ലിം രാജ്യം തൽക്കാലം അറിയപ്പെടുന്നത് പാകിസ്ഥാൻ മാത്രം. അപ്പോൾ ആ ബോംബ് എങ്ങനെയും ഒന്ന് തീർക്കുക, അത് മൊത്തം ഇസ്ലാമിക രാജ്യങ്ങളുടെ ബോംബായിട്ട് മാറാതിരിക്കുക എന്നുള്ളതും ബുദ്ധിയുള്ള ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യമാണ്. അവർ വേണമെങ്കിൽ ഇപ്പോൾ പണമില്ലാതിരിക്കുക ഏത് രാജ്യത്തിന് വേണമെങ്കിൽ അവർ കൊടുക്കും. ഇറാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറാനും കൊടുക്കും. അറിയാം, ഇസ്രായേലിന് ആ ബുദ്ധിയുണ്ട്, അത്രയും കോമൺ സെൻസൊക്കെ അവർക്കുണ്ട്. ട്രംപിനുള്ളതുപോലെ ട്രംപിന് ബുദ്ധിയേ ഇല്ല. പക്ഷേ ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനല്ല. ജൂതന്മാരാണ് ബുദ്ധിയുള്ള തലകളുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, കരാറിനെ എങ്ങനെയൊന്നും ഇല്ലാതാക്കണം. ഇറാനിലേക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല, കാരണം ഇറാനുമായിട്ടാണല്ലോ കരാറുണ്ടാക്കിയിരിക്കുന്നത്. ലെബനനുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടില്ല, ലെബനനുമായിട്ടൊരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല. എന്നാൽ പിന്നെ ലെബനനെ ആയിക്കളയാമെന്ന് പറഞ്ഞാണ് ഈ കൊലപാതക പരമ്പര എന്ന് പറഞ്ഞാൽ കരാർ പരസ്യമായിട്ട് ലംഘിക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. ഈ കരാർ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണ്. ഇനി അടുത്ത അവരുടെ ലക്ഷ്യം കൂടെ പറയാം. ഇതെങ്ങനെങ്കിലും കുളമായി കഴിഞ്ഞാൽ അടുത്ത അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമാബാദിന് അടുത്ത് തന്നെയുള്ള പാകിസ്ഥാൻ്റെ കക്കൂട്ട എന്ന് പറയുന്ന സ്ഥലത്തെ അവരുടെ ആണവ ബോംബ് തന്നെ, ഇസ്ലാമിക് ബോംബെന്നറിയപ്പെടുന്ന ആണവ ബോംബിൻ്റെ ഭാഗങ്ങൾ തന്നെയായിരിക്കും. ഒരു ഭാഗം ഇന്ത്യ ആൾറെഡി തകർത്ത് കളഞ്ഞിട്ടുണ്ട്, ബാക്കി ഭാഗങ്ങൾ പൂർത്തിയാക്കും ഇസ്രായേൽ. അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ തൽക്കാലം പറ്റില്ല. കാരണം എന്താണ്, ചങ്ങാത്തം കൂടിയിരിക്കുകയാണ് അമേരിക്ക ഈ ഇസ്ലാമാബാദുമായിട്ട്. എന്തിനു വേണ്ടി? ഇന്ത്യക്ക് ഒരു ഇടംതടിയായിട്ടും ചൈനയ്ക്കൊരു ഇടംതടിയായിട്ടും ഒക്കെ നിൽക്കാൻ ഏഷ്യയിൽ അവർക്കൊരു താവളം വേണമല്ലോ. ആ താവളത്തിന് വേണ്ട ഈ നമ്മൾ സാധാരണ പച്ച മലയാളത്തിൽ പട്ടിപ്പണി എന്നൊക്കെ പറയത്തില്ല, ആ പട്ടിപ്പണി ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് എന്ത് പറഞ്ഞാലും കേൾക്കും, ചെവിക്കൊള്ളും. ഇറാൻ എന്ന് പറഞ്ഞ് മുള്ളുന്ന ഒരു രാജ്യമായതുകൊണ്ട് അവരെ കൈവിട്ടിട്ടില്ല. അപ്പോൾ അമേരിക്ക അങ്ങനെ അമേരിക്കയുടെ ഒരു ഇഷ്ട രാജ്യമായതുകൊണ്ട് മാത്രം കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം ചെയ്തു കഴിഞ്ഞാൽ അത് കുഴപ്പത്തിലേക്ക് നീങ്ങുമെന്നറിയാവുന്നത് കൊണ്ടുമാണ് തന്ത്രപൂർവ്വം ഇസ്രായേൽ ഇപ്പോൾ നേരിട്ട് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാതിരിക്കുന്നത്. തരം കിട്ടിയാൽ അവരെ അറ്റാക്ക് ചെയ്യും, ഒരു സംശയവും വേണ്ട. ഇസ്ലാമിക് ബോംബിൻ്റെ കഥ കഴിക്കുകയും ചെയ്യും. നമുക്കറിയാം, എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതുപോലെ പണ്ടേ ഇത് തകർക്കാൻ, ഇത് അതിൻ്റെ ബോംബായിട്ട് അതിൻ്റെ ഭസ്മാസുര രൂപം കൈക്കൊള്ളുന്നതിന് മുമ്പേ തകർക്കാൻ ശ്രമിച്ചതാണ് ഇസ്രായേൽ. പക്ഷേ ഇവിടെ ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് അമേരിക്കയുമായിട്ട് ഒരു തരത്തിലുള്ള അടുപ്പമുണ്ടായിരുന്നത് കൊണ്ട് അതിന് അനുവദിക്കാതിരിക്കുകയും, അങ്ങനെയാണ് നമുക്കും ലോക സമാധാനത്തിനും ഭീഷണിയായിട്ട് രണ്ട് കാര്യങ്ങൾ പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടുവരുന്നത്. ഒന്ന് ഇസ്ലാമിക് ബോംബ്, രണ്ട് ഭീകരവാദം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.